എന്താ എന്നെ നേരിൽ കാണണമെന്ന് പറഞ്ഞത്? രജനീഷ് എനിക്ക് വേണ്ടി പല സഹായങ്ങളും ചെയ്തു തന്നിട്ടുണ്ട്. എനിക്കത് ഗുണങ്ങളെ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇനി രജനീഷ് എനിക്ക് വേണ്ടി ഗോദയിൽ ഒന്നുകൂടി നേരിട്ടിറങ്ങണം. ഒരു വലിയ ദൗത്യം ഞാൻ ഏൽപ്പിക്കാൻ പോവുക. അതുകൊണ്ടാ നേരിൽ കാണണമെന്ന് പറഞ്ഞത്. ചില കാര്യങ്ങള് നേരിൽ പറഞ്ഞാലല്ലേ ശരിയാവത്തുള്ളൂ. ബാലൻ മനസ്സിജൻ പിച്ചള എന്തിന്? ബാംഗ്ലൂരിൽ കിടക്കുന്ന പാവ രവി പോലും ജയിലിലായില്ലേ മേഡം? ഇനി ആർക്കെതിരെയാ ഈ പടപ്പുറപ്പാട്? പല ആവർത്തി ഞാൻ കെണിയൊരുക്കിയിട്ടും മരണത്തിൽ നിന്നും തലനാരിഴയ്ക്ക് വഴുതി മാറിയ ഒരുവളുണ്ടല്ലോ, ബുദ്ധിസ്ഥിരതയില്ലാത്തൊരു പൊട്ടിമണി. അവളുടെ ആയുസിന് ഇനി സമയം നീട്ടി കൊടുക്കണ്ട. രജനീഷ് അവളെ ഇല്ലാതാക്കണം. കുട്ടിമണി ഇപ്പോഴും ആ ആശുപത്രി തന്നെയല്ലേ മേഡം? അതെ. നാളെ അവളുടെ ചികിത്സ അവസാനിക്കും. 21 ദിവസം അവൾ അവിടെ ഒരേ കിടപ്പ് കിടന്നത് മരിക്കാൻ വേണ്ടി തന്നെ ആകണം. മേഡത്തിനെ ഇന്നേ വരെ ഞാൻ ധിക്കരിച്ചിട്ടില്ല. പക്ഷേ ഈ ദൗത്യം ഞാൻ ഏറ്റെടുക്കില്ല. കാരണം? അതെ മേഡം, എനിക്കോ എന്നെ പോലൊരാണിനോ അവിടെ വെച്ച് കുട്ടിമണിയെ തീർക്കാൻ കഴിയില്ല. ആ ആശുപത്രിയിലെ സെക്യൂരിറ്റിയെക്കുറിച്ച് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ശിവാനി കുട്ടിമണിയെ അപായപ്പെടുത്താൻ ശ്രമിച്ചതിൽ പിന്നെ കുട്ടിമണിയുടെ കാര്യത്തിൽ ഡോക്ടേഴ്സും കൂടുതൽ ശ്രദ്ധ കാണിക്കുന്നുണ്ട്. പാതിരാത്രിക്കാണെങ്കിൽ പോലും അവിടെ കയറി എന്നെ പോലൊരാൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല മേഡം. അപ്പൊ പിന്നെ എന്താ ചെയ്യ? ചികിത്സ കഴിഞ്ഞ് കുട്ടിമണി പുറത്തു വരട്ടെ. കാര്യങ്ങൾ പിന്നെ നമുക്ക് എളുപ്പാവില്ലേ? അങ്ങനെ അവള് പുറത്തു വന്ന അത് ഞാൻ പരാജയപ്പെടുന്നതിന് തുല്യ. എങ്കിൽ പിന്നെ ഒരു വഴിയേ ഉള്ളൂ മേഡം. എന്തു വഴി? ഇപ്പോ ആ ആശുപത്രി കയറിക്കൂടി കുട്ടിമണിയെ കൊല്ലാൻ ഒരു പെണ്ണിന് മാത്രമേ കഴിയൂ. പെണ്ണിനോ? അതെ മേഡം, ആരും സംശയിക്കാത്ത വിധം ഒരു പഞ്ചപാവത്തെ പോലെ അവിടെ കയറി പറ്റുന്ന ഒരുവൾക്ക് കുട്ടിമണിയെ അപായപ്പെടുത്താൻ കഴിയും. ഒരു പെണ്ണെന്നൊക്കെ പറയുമ്പോ എന്റെ നിഴൽ വെട്ടം കണ്ടാൽ തന്നെ എന്നെ പുറത്താക്കി അവർ ഗേറ്റ് അടയ്ക്കും. അതിന് മേഡം ഒന്നിന് മെനക്കെടണം. ഒരു ദയയില്ലാതെ കാര്യം നടത്താൻ കഴിയുന്ന ഒരു പെൺകുട്ടിയെ കണ്ടെത്തിയ പോലെ അതെനിക്ക് വിട്ടേക്ക്. അത് ഞാനേറ്റു. ഇനി കുട്ടിമണിയുടെ അവസാന മണിക്കൂറുകളാണ്.